നിനക്ക് എന്ത് തോന്നുന്നു അത് പറയണം, ഇപ്പം പറയണം. വേടനെയാണോ ഇഷ്ടം, മാരാരെയാണോ ഇഷ്ടം? വേടനെയാന്ന് ഇങ്ങനെ ആലോചിച്ച് പറയത്തക്ക കാരണം എന്തോ? ആലോചിച്ചൊന്നും ഒറ്റ ബാക്കി പറയാതെ ഉറക്കത്തിൽ ചോദിക്കുന്നു വേടനെ ഇഷ്ടം. അതെന്താ മാരാരെ ഇഷ്ടമല്ലാത്ത? എന്താ ഒരു സമയത്ത് ബിഗ് ബോസ് കാണുന്ന സമയത്ത് എല്ലാവരും മാരാരെ എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ പോലും വിളിച്ച് പറഞ്ഞവര് ഇപ്പം എന്താ അങ്ങനെ മാറ്റി പറയാൻ കാരണം? പറഞ്ഞു മാരാര് ഇപ്പൊ പറഞ്ഞല്ലോ, വേടൻ കഞ്ചാവ് അടിച്ചും എന്തോ മയക്കവൽ ഉപയോഗിച്ചോ ഒക്കെ ആ പാട്ട് പാടുന്നതും കാശുണ്ടാക്കുന്നതും ഒക്കെ ഇടുന്നു. ഇതൊക്കെ പറഞ്ഞത് വെറും തെറ്റായിട്ടുള്ള ഇതാ. ഈ മാരാര് ബിഗ് ബോസ് എന്ന് പറഞ്ഞ വിന്നർ ആയതിന് കാരണം എത്ര ദളിതന്മാർ വോട്ട് കൊണ്ടായിരിക്കും ഇല്ലേ? എത്രയോ ദളിതന്മാരുടെയും സാധാരണക്കാരുടെ വോട്ട് കൊണ്ടായിരിക്കും. മറ്റുള്ളവരപ്പോൾ ഇത് വിചാരിച്ചാണ് വേറൊരാൾ ജയിക്കട്ടെ എന്നുള്ളത് വിചാരിച്ചാണ്. എന്താ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കും ഇടുന്നത് ഈ അഖിൽമാരാര് ചില വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നി ഇവരെ വേണ്ട എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചും ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും മാരാർന്ന് പറയുന്ന ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവനത് എറിഞ്ഞ് കളിച്ചതാ. പറയാനൊന്നുമില്ല. വേടൻ നല്ലൊരു വ്യക്തി, അത്രേ പറയാനുള്ളൂ. വേടനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. എങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. വേടനും മാരാരും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോന്നാ ഞാൻ ചോദിക്കുന്നേ? താരതമ്യം ചെയ്യാൻ ഒക്കത്തില്ല. ആനയും ആടിന്റെ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതിൽ ആനയെ ഉദ്ദേശിക്കുന്നേ ആടെന്ന് ഉദ്ദേശിക്കുന്നേ ആരാന്ന് ഉദ്ദേശിക്കുന്ന വേടനെ ഉദ്ദേശിക്കത്തുള്ളൂ. ആരാരെ ഉദ്ദേശിക്കുന്ന ആടെന്നേ പറയത്തുള്ളൂ. കാരണം ആട് പോലും ആകാനുള്ള അർഹത ഇല്ലെന്നാ ഞാൻ പറയുന്നത്. ഒന്നുമില്ല, ഒരിക്കലും ഇല്ല. കാരണം ഇപ്പം കുറച്ചു കാലം ഈ മാരാരെ ബിഗ് ബോസ് കഴിഞ്ഞ് വിന്നറായി വന്നപ്പോൾ അതുവരെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ജനങ്ങൾക്ക് പൊതുവെ ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിയെ പിന്നെ പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ പലതും കാണിക്കാൻ തുടങ്ങി. പുള്ളി ഒരു കാപട്യക്കാരൻ തന്നെയായിരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കപട എന്ന് പറഞ്ഞതിൻ്റെ അപ്പം പുള്ളിയുടെ യഥാർത്ഥ അതിനകത്ത് വിന്നർ ആകാൻ വേണ്ടി എന്ത് തന്ത്രം ഉപയോഗിച്ച് വിന്നറാകാമായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്നത് കണ്ടില്ലോ, എത്രയോ പേരുടെ ഭാവി കളഞ്ഞൊരു ഷോയാണ്. അപ്പം അതിനകത്ത് ഇവനെല്ലാം വക്രഭുക്തിയോടെ നമുക്കിത് വെളിയിൽ നിൽക്കുന്നവർക്കെല്ലാം അവൻ നല്ലതാണെന്ന് വിചാരിച്ച് നമ്മളെപ്പോലുള്ളവരെല്ലാം സാധാരണക്കാർ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ വന്നു. അവൻ്റെ തന്ത്രമായിരുന്നു. പക്ഷെ അവനിപ്പം കുറച്ചു കാലം അവന് ഈ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അവനൊരു പിന്നെ നല്ല രീതിയിൽ അഭിപ്രായപ്പെടാൻ കിട്ടുന്നില്ല. ഒരഭിപ്രായം അവന് കിട്ടുന്ന വന്നപ്പം ഇപ്പം പുറത്തിറങ്ങിയത് എപ്പോഴാണെന്നറിയാവോ? എപ്പോഴാണ് പുറത്തിറങ്ങിയത്? ഇവ പുറത്തിറങ്ങാൻ കാരണം ഇവനെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ അങ്ങ് തട്ടിക്കളഞ്ഞു എന്ന് വന്നപ്പം കയറി പിടിച്ചത് എവിടാ? ഈ പ്രശ്നം ഈ വേടന് മുൻപൊരു പ്രശ്നം ഉണ്ടായല്ലോ. എന്താ പ്രശ്നമാ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന് അത് പറഞ്ഞപ്പോ ഇയാൾ ആളാവാൻ വേണ്ടി പറഞ്ഞതാ. ഇയാളെ അത് ആൾക്കാരും ഉൾക്കൊള്ളുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇനി വേടനെ പോലെ വേറൊരു സാധാരണക്കാരനെ എങ്ങനെ ഉന്നതിലെത്തുന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് ഏറ്റവും വലിയ അസൂയ അതാ. അവൻ വേടനെയും കലാഭവമണിയും കൂടെ താരതമ്യം ചെയ്യുന്നത് നിനക്ക് എങ്ങനെ തോന്നുന്നു? ഒരിക്കലും പറ്റത്തില്ല. വേടനെയും കലാഭവൻമണിയും കൂടെ താരതമ്യം ചെയ്യും. എല്ലാവരും പറയുന്നുണ്ട് വേടനും കലാഭവൻമണിയും താരതമ്യം ചെയ്യുന്നു. ഞാനത് എനിക്ക് എൻ്റെ അറിവില്ല, ഞാനത് ഉൾക്കൊള്ളത്തില്ല. കാരണം എന്ന് വെച്ചാൽ വേടൻ സ്വന്തമായിട്ട് വേടന് ഒരു രാഷ്ട്രീയമുണ്ട്. വേടന് വ്യക്തിപരമായ ഒരു രാഷ്ട്രീയമുണ്ട്. കലാഭവൻമണിക്ക് അതല്ല. കലാഭവൻമണി എന്ന് പറയുന്നൊരു വ്യക്തി, ആ കലാഭവൻമണിക്ക് പാട്ട് എഴുതി കൊടുത്ത ഒരാളുടെ ആ ഒരു വ്യക്തിയുടെ പേര് പോലും പബ്ലിസിറ്റി ആയിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. സ്വന്തം കഴിവുകൊണ്ട് വന്ന് നേടി സിനിമയിലെല്ലാം നാടൻ പാട്ട് പാടി. പക്ഷെ അപ്പോഴും പുള്ളി പറഞ്ഞെന്തോ, ഞാൻ സ്വന്തമായിട്ട് എഴുതി, എൻ്റെ അച്ഛന് വേണ്ടി എഴുതി, എൻ്റെ സഹോദരന് വേണ്ടി എഴുതി. ഇപ്പോഴും കലാഭവമണിയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിനെ നമുക്ക് ഓർക്കുമ്പോൾ നല്ല ഇതുണ്ട്. പക്ഷെ എനിക്ക് കലാഭവമണി അംഗീകരിക്കാൻ പറ്റാത്തൊരു അവസരം വന്നപ്പോ ആ കൈരളി ചാനലിലെ മണികിലുക്കം എന്നുള്ള പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പാർഷ്വാലിറ്റിയാണ് കാണിക്കുന്നത്. സാധാരണക്കാരൻ അതിനകത്ത് ഒരു എപ്പിസോഡില് ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. കാണിക്കും. കാരണം സാധാരണക്കാരനെ എന്തോ താഴ്ത്തിക്കെട്ടി പുള്ളിക്കാരൻ ഹൈ ലെവൽ ആൾക്കാരെ മാത്രം അങ്ങോട്ട് അതിനകത്തൊരു കുട്ടിക്ക് പൈസ കൊടുക്കുമ്പോ അതിനകത്തൊരു കൈ വയ്യാത്തൊരു കുഞ്ഞു വരെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊന്നും കൊടുത്തില്ല. അതൊക്കെ സങ്കടം. ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യം എനിക്കത് പറഞ്ഞു. പിന്നെ വേടൻ എന്നൊരു വ്യക്തിക്ക്, കാരണം പുള്ളിക്കാരൻ പറയുന്നില്ല അല്ലേ, പറയട്ടെ, നല്ല തന്തയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യം, നല്ല തന്തയ്ക്ക് പിറന്നവനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനോ തിരുത്താനോ എന്തുവാ കഴിവുള്ളൂ. അല്ലാതെ ഈ മണച്ചാകുണച്ചനൊക്കെ ഉണ്ടായവനൊക്കെ പറയത്തില്ല ഒരു കാര്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തെറ്റായിരുന്നു അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും വ്യക്തി പറഞ്ഞിട്ടുണ്ടോ? ഇന്നോളം ആരും പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞിട്ടുള്ള? അങ്ങനെ
ഒരു വ്യക്തികളും പറഞ്ഞിട്ടില്ല. അതാ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, കാരണം അവൻ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സമൂഹമാണ് അവനെ തെറ്റുകാരനാക്കിയത്. പക്ഷെ അവിടെ അവൻ തിരുത്താൻ തയ്യാറായതാണ് ഏറ്റവും വലിയ പോയിന്റ്. നാട്ടിൽ ചെന്ന് വേടൻ എന്നൊരു വ്യക്തിയോടെ ജീവിച്ചിരുന്നുണ്ടോ ചോദിക്കുമ്പോ എല്ലാവരും പറയാ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടായിരുന്നു, വേടനാണോന്ന് അറിയത്തില്ല, ഉണ്ടായിരുന്നു എന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇപ്പോഴാ അറിയുന്നത് ഇങ്ങനെ വേടനായിരുന്നു അവിടെ താമസിച്ചെന്നുള്ളത്. കാരണം എന്തുകൊണ്ട് അറിഞ്ഞില്ല? സാധാരണക്കാരെന്ന് പറഞ്ഞപ്പോ സാധാരണക്കാരനായിരുന്നു. കാരണം അത് കുപ്പയിലെ മാണിക്യോ എന്ന് പറയായിരുന്നത്. അന്ന് അവിടെ ഒരു മാണിക്യോ കിടന്നെന്ന് ഇന്ന് ആ ചുറ്റും താമസിച്ചവര് പോലും അറിഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞ കുശുമ്പാത് അവന് കുത്തിക്കഴിഞ്ഞപ്പോ വേറൊന്നുമല്ല. കാരണം അതാ